പണ്ടെങ്ങാണ്ടോ പാകിസ്ഥാനെയും ചൈനയും തൂക്കി തറയിലടിച്ച യുദ്ധങ്ങൾക്ക് ശേഷം ഇനിയൊരു യുദ്ധത്തിന് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കില്ലെന്ന് ശപഥമെടുത്തിരിക്കുകയാണ് ഇന്ത്യ. അതിലൊരു മാറ്റവുമില്ല. കോൺഗ്രസിന്റെ കാലത്താണ് ഈ വക ഒരു തീരുമാനം ആദ്യം വന്നത്. അതിന്റെ പിന്നിൽ കോൺഗ്രസിനുണ്ടായിരുന്നത് സമാധാനമൊന്നുമല്ലായിരുന്നു, ഭയമായിരുന്നു അവർക്ക് ചൈനയും പാകിസ്ഥാനെയും. പിന്നെ ഇന്ത്യയുടെ കയ്യിലെ ആയുധങ്ങളിൽ, ഇന്ത്യൻ സൈന്യത്തിൽ ഒന്നും കോൺഗ്രസ് സർക്കാരുകൾക്ക് ഒരു വിശ്വാസവുമില്ലായിരുന്നു. പഞ്ചറായ കാർ ഓടിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിമാർക്ക്. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. ഇന്നിതാ ലോകത്തെ നമ്പർ 1 ആയുധശക്തിയാണ് ഇന്ത്യ. ആയുധങ്ങൾ നിർമ്മിച്ച് ശക്തി കാട്ടുന്ന രാജ്യമാണ്. അവ പരീക്ഷിച്ച് വിജയിപ്പിച്ച് ലോക ശ്രദ്ധ നേടുന്നു. മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യ അമ്മാനമാടുന്നില്ല എന്ന് മാത്രം. കശ്മീരിലെ അതിർത്തികളിൽ ചെറിയ ചെറിയ വെടികൾ പൊട്ടിച്ച് പാകിസ്ഥാനെ നിഷിദ്ധമാക്കി. ചൈനീസ് അതിർത്തിയിൽ കണ്ണുരുട്ടിയും ലഡ്ഡു നൽകിയും ചൈനയെ തണുപ്പിച്ചു. ഇപ്പോൾ ചോദ്യം, യുദ്ധം വേണ്ടാത്ത ഇന്ത്യക്ക് എന്തിനാണ് ഇങ്ങനെ ഓരോ നൂതന സംഹാരശേഷിയുള്ള ആയുധങ്ങളെന്ന്? അതിനുത്തരമുണ്ട്. കെൽട്രോൺ നിർമ്മിക്കുന്ന കപ്പൽ വേധ മിസൈലുകൾ മുതൽ ബ്രഹ്മോസ് മിസൈൽ വരെ, ഡ്രോണുകൾ മുതൽ തേജസ് വിമാനം വരെ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്ത് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് അവരുടെ സുരക്ഷയ്ക്ക് കൈമാറുന്നതിന് കൂടിയാണ്. അവ ശത്രുവിന്റെ മേൽ പ്രയോഗിക്കാനല്ല, സ്വരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇതാ ഇന്ത്യക്കൊരു പുത്തൻ കരുത്തായി LRLSC മിസൈൽ. DRDOയുടെ മേൽനോട്ടത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം ഒഡീഷ തീരത്ത് DRDO വിജയകരമായി പൂർത്തിയാക്കി. ഭാവിയിൽ തദ്ദേശീയമായി ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിന് തുടക്കമിടുന്നതാണ് ഈ മിസൈൽ. ചന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ ചൊവ്വാഴ്ചയായിരുന്നു വിക്ഷേപണം. മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചറിൽ നിന്നുമാണ് മിസൈൽ പരീക്ഷിച്ചത്. വിജയകരമായിരുന്നു. ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിക്കാൻ കെൽപ്പുള്ളവയാണ് ഈ LRLSC ക്രൂയിസ് മിസൈൽ. ലക്ഷ്യസ്ഥാനത്തിന്റെ കിലോമീറ്ററുകൾ ദൂരത്തു നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. മിസൈലുകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണങ്ങൾക്ക് LRLSC മിസൈലുകളെ അത്ര വേഗം കണ്ടെത്താനും അതുകൊണ്ട് തന്നെ അവയെ നിർവീര്യമാക്കാനും കഴിയില്ല എന്നതാണ് മേന്മ. പരീക്ഷണം വിജയകരമാണെന്ന് പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. പ്രതീക്ഷിച്ചതുപോലെ എല്ലാ ഉപസംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിച്ചു. പ്രാഥമിക ദൗത്യ ലക്ഷ്യങ്ങളും നിറവേറ്റി. ഗതി നിയന്ത്രണ സംവിധാനത്തിന്റെ, അതായത് ക്രൂയിസ് സംവിധാനത്തിന്റെ സഹായത്തോടെ മിസൈൽ അതിന്റെ പാതയിൽ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്തു. റഡാർ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം, ടെലിമെട്രി തുടങ്ങിയ വിവിധ റേഞ്ച് സെൻസറുകളിലൂടെ മിസൈലിന്റെ പ്രകടനം നിരീക്ഷിച്ചു. വിപുലവും അത്യാധുനികവുമായ ഏവിനിക്സും സോഫ്റ്റ്വെയറുകളുമാണ് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. DRDOയുടെ സഹകരണത്തോടെ ബംഗളൂരുവിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച മിസൈലാണ് ഈ LRLSC ക്രൂയിസ് മിസൈൽ. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയും മിസൈൽ നിർമ്മാണത്തിൽ പങ്കാളികളായി അഭിമാനപൂർവ്വം. വിവിധയിടങ്ങളിലെ DRDO ലബോറട്ടറികളിൽ നിന്നുള്ള മുതിർന്ന ശാസ്ത്രജ്ഞരും മറ്റ് പ്രതിനിധികളും ഈ നിർണായകമായ മിസൈൽ നിർമ്മാണ സമയത്ത് പരിശോധന നടത്തി അനുമതി നൽകിയിരുന്നു. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ DRDOയെയും സൈന്യത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഭാവിയിൽ തദ്ദേശീയമായി ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിന് LRLSC മിസൈലുകൾ വഴിയൊരുക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. എന്തായാലും ഇനി ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും പക്കൽ ഇന്ത്യൻ നിർമ്മിത ക്രൂയിസ് മിസൈലുകളും ഉണ്ടാകും. ഭൂഖണ്ഡാന്തര ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ പരീക്ഷിക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷാ കവചത്തിലെ ഏറ്റവും പുതിയ ആയുധങ്ങളായി ഈ ക്രൂയിസ് മിസൈലുകൾ മാറുമെന്നതിൽ ഒരു സംശയവുമില്ല.